സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ജനുവരി റിലീസാകാൻ പോകുന്ന വമ്പൻ ചിത്രങ്ങളുടെ ചെറിയൊരു അപ്ഡേഷനും നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില സിനിമകളുടെ റിലീസിംഗ് ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായിട്ടുള്ള ഭഗവത് കേസരി ബെല്ലയ്യ നായകനായിട്ടെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു. ഇതിൻ്റെ ഒരു റിമേക്കാണ് വിജയ് നായകനായിട്ടെത്തുന്ന ജനനായകൻ എന്ന സിനിമ. ഈ വരുന്ന ജനുവരി 9 വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ സിനിമയ്ക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്, റിലീസ് ചിലപ്പോൾ വൈകിയേക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കേരളത്തിലടക്കം ഒട്ടുമിക്ക തിയേറ്ററുകളിലും 2-3 ദിവസത്തെ ടിക്കറ്റുകൾ ഇതിനടക്കം തന്നെ ഫുള്ളായിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയിലാണ് സിനിമ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം ഡിസംബർ 27 ഇതിൻ്റെ സെൻസർ ബോർഡിന് ഈ സിനിമ കൊടുത്തെങ്കിലും ഇതുവരെ സെൻസർ ബോർഡ് ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നൊരു വാർത്തയാണ് വരുന്നത്. വിജയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുകയും വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും ഈ സിനിമയെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട് എന്നാണ് വിജയുടെ ആരാധകരും സിനിമാ പ്രവർത്തകരും നോക്കിക്കാണുന്നത്. എന്തായാലും വിജയുടെ അവസാനത്തെ ചിത്രവും കൂടിയായിരിക്കും ജനനായകൻ. 450 കോടി മുതൽ മുടക്കിയാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും വിജയ് ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 9 സിനിമ തിയേറ്ററിലേക്ക് എത്തില്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ദിവസവും കൂടെ തള്ളിയായിരിക്കും സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും സിനിമ തിയേറ്റർ റിലീസ് ചെയ്യും, പക്ഷേ സെൻസർ ബോർഡ് ഇതിന് അംഗീകാരം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇതുവരെ അംഗീകാരം കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. മറ്റൊരു ചിത്രം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ്. 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കായും ലാലേട്ടനും ഒന്നിച്ചിട്ടുള്ള പാട്രിയോട്ട് എന്ന സിനിമ. ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഏപ്രിൽ 9 ആയിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിൽ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു. ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ദൃശ്യം 3യുടെ റിലീസിംഗ് ഡേറ്റ് ഉണ്ടാകും എന്ന് ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ജിത്തു ജോസഫ് സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഒരു ഹിന്ദി പതിപ്പ് അതിനുശേഷമേ തിയേറ്ററിലേക്ക് എത്തത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വരുന്ന ജനുവരി 22 പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ക്യാമിയോ റോളിലെത്തുന്ന തത്തപ്പച്ച എന്ന സിനിമയുടെ റിലീസ് ചെയ്യുന്നുണ്ട്. WWF റെസ്ലിംഗിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. റോഷൻ മാത്യുവും അർജുൻ അശോകനുമാണ് കേന്ദ്ര കഥാപാത്രം എന്ന ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരുന്നു. മറ്റൊരു ബ്രഹ്മാണ്ഡ ചിത്രം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന ചിത്രത്തിൽ ഋഷഭ് ഷെട്ടി നായകനായിട്ടെത്തും. ചിത്രം ഋഷഭ് ഷെട്ടി തന്നെ സംവിധാനം ചെയ്യും എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ പ്രഖ്യാപനം തൊട്ട് തന്നെ ഭീമൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ എത്തും എന്നൊക്കെയാണ് ആദ്യം മുതലേ നമ്മൾ കേട്ടത്. എന്നാൽ ചിത്രത്തിൽ ഇപ്പോൾ പുതിയ ഒരു അപ്ഡേഷൻ, പുതിയൊരു വഴിത്തിരിവ്, ഋഷഭ് ഷെട്ടി നായകനായിട്ടെത്തും. ഋഷഭ് ഷെട്ടി ആയിരിക്കും ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ജനനായകൻ എന്ന സിനിമ ജനുവരി 9 തിയേറ്ററിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പക്ഷേ ചിലപ്പം ഇന്ന് ഒരു ലാസ്റ്റ് ഡേറ്റ്, ഒരു ഫൈനൽ തീരുമാനം ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാം, ജനനായകൻ സിനിമ ഉണ്ടാകുമോ ഇല്ലെന്ന്. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തതാണ്. ഇനി പൈസ റീഫണ്ട് ചെയ്യുമോ അതോ അത് അന്നത്തെ ദിവസം തന്നെ സിനിമ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ജനുവരി 22 ഒരു ചിത്രം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാക്കോച്ചൻ നായകനായിട്ടുന്ന ഒരു സിനിമയുടെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. ജനുവരി 11 ആ സിനിമ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പിടി നല്ല ചിത്രങ്ങളുടെ ഒരു പൂക്കാലമായിരിക്കുമോ ഈ 2026 എന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾ ജനുവരി തന്നെ റിലീസിനായിട്ട് എത്തുന്നുണ്ട്. വളരെ പ്രതീക്ഷയുള്ള അഭിപ്രായം കമന്റുകൾ അറിയിക്കാം. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ.